പെൻഡുലം ഹീലർ അല്ലെങ്കിൽ പെൻഡുലം ഹീലിംഗ് നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ഹീലർ ആണെങ്കിലും മേൽ പറഞ്ഞ രീതിയിൽ പല തരത്തിലുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. റേക്കി, പ്രാണിക് ഹീലിംഗ്, മസാജ്, യോഗ, ഇല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ആയുർവേദ ഡോക്ടർ ആവാം, ഒരു അക്യുപഞ്ചറിസ്റ്റ് ആകാം, തുടങ്ങി വിവിധ മേഖലകളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ കൂടിയും പെൻഡുലം ഹീലിംഗ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിൽ തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വളരെയധികം എനർജി ബൂസ്റ്റ് ചെയ്ത് അതിന് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി കൂടുതൽ ശക്തിയോട് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും എന്നതാണ് പെൻഡുലം ഹീലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നതും പെൻഡുലം ഹീലേഴ്സ് അവകാശപ്പെടുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കഴിവുകളെ വളരെയധികം മാക്സിമൈസ് ചെയ്യുവാനും മറ്റുള്ളവർക്ക്, സമൂഹത്തിനും മറ്റ് വ്യക്തി ജീവിതങ്ങൾക്ക് ഉപകാരപ്പെടുവാനും അതിടയായിത്തീരും. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വളരെയധികം പ്രൊഫഷണൽസ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, പോലീസിലുള്ളവരുണ്ട്. പല മേഖലകളിലും പെൻഡുലങ്ങൾ യൂസ് ചെയ്യുന്ന ധാരാളം വ്യക്തികളെ എനിക്ക് പരിചയമുണ്ട്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയും സമാധാനവും നിങ്ങളുടെ എഫിഷ്യൻസി എല്ലാം വളരെയധികം കൂട്ടാനായിട്ട് പെൻഡുലം ഹീലിംഗ് സഹായകമാണ്. അതുകൊണ്ട് ആർക്ക് പഠിക്കാം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു പോയത്. ഇത് ആർക്കും, പഠിക്കുന്ന കുട്ടികൾ തൊട്ട് പെൻഡുലം പ്രാക്ടീസ് ചെയ്താൽ അവരുടെ ഓർമ്മശക്തി കൂട്ടാനും അവർ പഠിക്കുന്ന വിഷയങ്ങൾ വളരെയധികം അവർക്ക് റിസീവ് ചെയ്യാനൊക്കെ സാധിക്കും. അവരുടെ വൈറ്റാലിറ്റി, അവരുടെ വിൽ ടു ലീവ്, അവരുടെ റിസീവിങ് എബിലിറ്റി, ഇങ്ങനെ തുടങ്ങിയ മണ്ഡലങ്ങൾ വളരെയധികം ശക്തിപ്പെടുവാനും അവർക്ക് ധാരാളമായിട്ട് അവരഭ്യസിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ പഠിക്കുന്ന വിഷയങ്ങൾ നല്ല രീതിയിൽ ഓർമ്മയിൽ കൊണ്ടുവരുവാനുമെല്ലാം പെൻഡുലം തെറാപ്പി വഴി സാധിക്കുന്നതാണ്. ഇതൊരു സെൽഫ് ഹീലിംഗ് മൊഡാലിറ്റിയും കൂടിയാണ്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ചികിത്സിക്കുവാനും മറ്റുള്ളവരെ അതേ സമയത്ത് നിങ്ങൾക്ക് സഹായിക്കുവാനും കഴിയുന്ന ഒരു എനർജി ഹീലിംഗ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പെൻഡുലം ഹീലിംഗ് ഞാൻ പറഞ്ഞു, ക്രിസ്റ്റൽ ഹീലിംഗ്സ് ഉണ്ട്, അക്യുപഞ്ചർ, മസാജ്, റേക്കി, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെയും ഇത് സഹകരിച്ചു പോകുന്ന, അല്ലെങ്കിൽ മറ്റൊരു ചികിത്സാ രംഗത്തെയും വെല്ലുവിളിക്കാതെ, അതേസമയം പെൻഡുലം ഹീലിംഗ് തന്നെ വലിയൊരു സബ്ജക്റ്റാണ്. അതിൽ തന്നെ എല്ലാം സ്റ്റാൻഡ് അലോൺ ആയിട്ട് പെൻഡുലം ഹീലിംഗ് നിൽക്കുമ്പോൾ തന്നെ ഏതൊരു മൊഡാലിറ്റിയുടെയും കൂടെ ജോയിൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹീലിംഗ് തെറാപ്പി കൂടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ, ഇന്ന് ഏറ്റവും അധികം പഠിക്കുന്ന ഒരു വിഷയമാണ് പോസിറ്റീവ് അഫർമേഷൻസ്. നിങ്ങൾ ധാരാളം യൂട്യൂബേഴ്സിൽ പലധികം സൈക്കോളജിസ്റ്റുകളും വളരെയധികം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വളരെ വ്യക്തി സ്വാധീനമുള്ള സന്യാസി സമൂഹങ്ങളെല്ലാം ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് 4-5 വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാം. അതിനെല്ലാം ഞാനിവിടെ പറയുന്നതാണ് പോസിറ്റീവ് അഫർമേഷൻസ്. നിങ്ങൾ വളരെ നിങ്ങൾക്ക് ഗുണം നൽകുന്ന വാക്കുകൾ. അതിനുദാഹരണമാണ് എനിക്ക് എന്തും സാധിക്കും, ഞാൻ വിജയിയാണ് എന്നെല്ലാം പറയുന്ന വാക്കുകളുടെ അർത്ഥം. അല്ലെങ്കിൽ നല്ലത് എന്നെ കാത്തിരിക്കുന്നു, നന്മ എന്നെ തേടി വരുന്നു, പണം എന്നിലേക്ക് ഒഴുകിയെത്തും, ഇങ്ങനെ തുടങ്ങി ധാരാളം അഫർമേഷൻസ് ഉണ്ട്. ഈ അഫർമേഷൻസിനെ വളരെയധികം ശക്തി നൽകുവാനും അഫർമേഷൻസിനെ സാധ്യമാക്കാനും പെൻഡുലം എനർജിക്ക് വളരെയധികം കഴിവുണ്ട്. അത് റിയാലിറ്റിയിലേക്ക് വരുത്തുവാൻ പെൻഡുലം തെറാപ്പിയിൽ വളരെയധികം സാധ്യമാണ്. അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ സാധ്യതയെ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ പെൻഡുലം ഹീലിംഗ്, പെൻഡുലം കമാൻഡ്സിന് കഴിയും. ഞങ്ങൾ പറയുന്ന ഒരു വേർഡാണ് പെൻഡുലം കമാൻഡ്സ്. ഹിപ്നോസിസിലെ സജഷൻസ് എന്ന് പറയും, പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയും, ഞങ്ങൾ പറയും പെൻഡുലം കമാൻഡ്സ് എന്ന് പറയും. ഇതെല്ലാം ഏകദേശം സിമിലറായി തോന്നിയാലും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അത് കമാൻഡ്സിൻ്റെ സമയത്ത് നമുക്ക് കമാൻഡ്സുകൾ പഠിച്ചു വരാം. പൊതുവെ എനർജി ഹീലിങ്ങിൽ ചെയ്യുന്ന ഒരു
ഹീലിംഗ് മൊഡാലിറ്റിയിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ചക്ര ഹീലിങ്സ്. ധാരാളം പേര് ചെയ്യുന്ന ഒന്നാണ് സൗണ്ട് തെറാപ്പി വഴി ചക്രങ്ങളെ ഹീല് ചെയ്യുകയും ചക്രങ്ങളെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും അരോമ തെറാപ്പി. അതുപോലെ ഒന്നാണ് ക്ലാപ്പിംഗ് തെറാപ്പി, ബ്രീത്തിങ് എക്സസൈസ്. ഇതിൻ്റെ എല്ലാം അന്തസത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള ശരീരത്തിലുള്ള എനർജി സെൻറ്ററുകളെ ഉത്തേജിപ്പിക്കുക, അതിലുള്ള ബ്ലോക്കുകളെ മാറ്റുക എന്നുള്ളതാണ്. അക്യുപഞ്ചറിലും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങളിലുള്ള എനർജി ഫ്ലോ അതിനെ പഞ്ചർ ചെയ്ത് ബേസ്റ്റ് ചെയ്തുകൊണ്ട് ആ എനർജി ഫ്ലോ സാധ്യമാക്കുന്നു. അതുപോലെ നിരവധി കാര്യങ്ങൾ, ഞാൻ ഓരോ മൊഡാലിറ്റിയെയും കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓരോ മൊഡാലിറ്റികളെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ പ്രത്യേകിച്ചുണ്ടായിരിക്കും. പെൻഡുലവുമായിട്ടെല്ലാം യോജിച്ച് പോകുന്നതുകൊണ്ട് അതെല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളെല്ലാം. ഇവിടെ ഒരു പേഴ്സൻ്റെ ചി അഥവാ എനർജി, അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ശക്തി കൊടുത്ത് അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഹീലിംഗ് എന്ന് പറയുന്നത്, അതായത് സൗഖ്യമാക്കുന്ന പ്രക്രിയകൾ. പുരാണങ്ങളിലും പല വേദഗ്രന്ഥങ്ങളിലെല്ലാം തൊട്ട് സൗഖ്യമാക്കുക, അല്ലെങ്കിൽ കൈ ചൂണ്ടി സൗഖ്യമാക്കുക, അല്ലെങ്കിൽ പ്രയർ ഹീലിംഗ്, പ്രാർത്ഥന സൗഖ്യം എന്നൊക്കെ പറയുന്നതെല്ലാം ഈ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുക, പകരപ്പെടുക എന്നുള്ള ഒരു സവിശേഷമായ ഒരു രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. പെൻഡുലത്തിനെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ധാരണ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്ങനെയാണ് ഒരു പെൻഡുലം സെലക്ട് ചെയ്യുന്നത്? ഹീലിംഗ് പെൻഡുലം എപ്പോഴും ശ്രദ്ധിക്കുക, ഡൗസിങ് പെൻഡുലങ്ങളല്ല. ഞാൻ ഇനി പെൻഡുലങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഡൗസിങ്ങിന് ഉപയോഗിക്കുന്ന പെൻഡുലങ്ങളല്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഡൗസിങ്ങിന് നിങ്ങൾക്ക് ഏതൊരു വസ്തുവിനെയും ഒരു ചരടിൽ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇഡിയോമോട്ടർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ അറിവില്ലാതെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഫോർ ഫിംഗറും തമ്പും ചേർന്ന് നമ്മൾ ആ ത്രെഡിൽ പിടിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, മൈക്രോ അല്ലെങ്കിൽ നാനോ മൂവ്മെൻറ്റ്സ് എന്ന് പറയാം. അവരറിയാത്തതുകൊണ്ട് അവർ പറയും ഇത് ഞാനല്ല കറക്കുന്നത്, തന്നെ കറങ്ങുന്നു, ഏതോ ഒരു അദൃശ്യ ശക്തി ഇത് ചെയ്യുന്നു എന്നെല്ലാം അവർ പറയുന്നതിൻ്റെ കാരണങ്ങൾ അവരറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് അതിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിന് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം, അതിന് ഏത് വസ്തുക്കൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ ക്രിസ്റ്റൽ പെൻഡുലങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോകാം. പെൻഡുലം ഹീലിങ്സിന് ക്രിസ്റ്റൽ പെൻഡുലങ്ങൾ ഉപയോഗിക്കുകയില്ല. അതിന് കാരണം ക്രിസ്റ്റൽ പെൻഡുലങ്ങൾക്ക് പവർ, ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, അവയ്ക്ക് ശക്തി കൂടുതലാണ്. എന്തുകൊണ്ട് ക്രിസ്റ്റൽസ് പെൻഡുലങ്ങൾക്ക് ഉപയോഗം പാടില്ല എന്ന് പറയുന്നതിനൊരു കാരണം, ക്രിസ്റ്റൽസ് ലൈറ്റ്സിനെ അത് അബ്സോർബ് ചെയ്യും. നമ്മുടെ ഡേറ്റാസ് പലതും ഫോട്ടോൺസ്, ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ ഫോട്ടോൺസിലുള്ള ഡേറ്റാസ് ക്രിസ്റ്റൽസിൽ അത് റെക്കോർഡ് ആവാനുള്ള അല്ലെങ്കിൽ അതിൽ അബ്സോർബ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ഡേറ്റാസ് പെട്ടെന്ന് തന്നെ ആ ക്രിസ്റ്റലുകളിൽ നിന്ന് പോവുകയില്ല, അല്ലെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്യാൻ, ശുദ്ധീകരിക്കുവാൻ എളുപ്പമല്ല. ആ ക്രിസ്റ്റൽ പെൻഡുലങ്ങൾ, അതായത് ഒരു വ്യക്തിക്ക് ഹീൽ ചെയ്യാൻ ഉപയോഗിച്ച ക്രിസ്റ്റൽ പെൻഡുലങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെയ്ത വ്യക്തിയുടെ ഡേറ്റാസ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ, പകരപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് ഹീലിങ്ങിന് ക്രിസ്റ്റൽ പെൻഡുലംസ് ഉപയോഗിക്കാത്തത്. മെറ്റൽ പെൻഡുലങ്ങൾ ഉപയോഗിക്കാം, ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ വുഡൻ പെൻഡുലങ്ങൾ ഉപയോഗിക്കാം. ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള സ്റ്റോറേജ് അബ്സർവേഷൻസ് ഉണ്ടാകുകയില്ല. ഡേറ്റാസ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ മെറ്റൽ പെൻഡുലങ്ങളും അല്ലെങ്കിൽ വുഡൻ പെൻഡുലങ്ങളും ഉപയോഗിക്കണം. ക്രിസ്റ്റൽ പെൻഡുലങ്ങൾ ഉപയോഗിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം തുടക്കത്തിൽ തന്നെ വയ്ക്കും. പെൻഡുലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് മാർഗങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ മാർഗം എന്നുള്ളത്, നിങ്ങൾക്ക് വളരെയധികം ഒരു പെൻഡുലമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 10-15 പെൻഡുലങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ പെൻഡുലങ്ങളും നിങ്ങൾ എടുത്ത് കയ്യിൽ വെക്കണം. നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യും. നിങ്ങൾ കണ്ണടച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ ആ പെൻഡുലത്തിൻ്റെ വൈബ്രേഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുവാനിടയാവും.
അപ്രകാരമുള്ള പെൻഡുലങ്ങളാണ് നിങ്ങൾ മാറി മാറി കൈകളിൽ എടുത്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ എനർജി വൈബ്രേഷൻസ് ഫീൽ ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഞങ്ങൾ പെൻഡുലം ഹീലേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങളല്ല പെൻഡുലം ചൂസ് ചെയ്യുന്നത്, പെൻഡുലമാണ് നിങ്ങളെ ചൂസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ എനർജിയാണ് നിങ്ങളെ ചൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ പെൻഡുലങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണമായിട്ട് ഭവിക്കുന്നത്. വാട്ട് ഈസ് ഇഡിയോമോട്ടോർ റെസ്പോൺസ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഡിയോമോട്ടോർ റെസ്പോൺസിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ആർട്ടിക്കിൾസ്, അതിനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ വായിച്ചു നോക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് യാതൊരു വിധത്തിലുള്ള അദൃശ്യ ശക്തികളോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യവുമല്ല. ആർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും പെൻഡുലങ്ങൾ കറക്കുവാനും പെൻഡുലങ്ങൾ കമാൻഡ് കൊടുക്കുവാനും സജഷൻസ് കൊടുക്കുവാനും പറ്റും. പെൻഡുലം തെറാപ്പി പഠിക്കുവാൻ പ്രായത്തിന് യാതൊരു തടസ്സവുമില്ല. കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പഠിക്കാവുന്ന വളരെ നല്ല ഒരു തെറാപ്പി മൊഡാലിറ്റിയാണ് പെൻഡുലം ഹീലിംഗ് അഥവാ പെൻഡുലം തെറാപ്പി എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ചില ആൾക്കാർ പറയുന്ന ഒന്നാണ് ഔജ ബോർഡ്. ഔജ ബോർഡും പെൻഡുലം തെറാപ്പിയും യാതൊരു ബന്ധവുമില്ല. ഔജ ബോർഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഔജ ബോർഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു ധാരണയുണ്ടാവും. അതിനെക്കുറിച്ചുള്ള സിനിമകൾ ഇന്നുണ്ട്. വളരെയധികം തെറ്റിദ്ധാരണയും വളരെയധികം ആശങ്കയും എല്ലാം പറയുന്ന ഒരു മൊഡാലിറ്റിയാണ് ഔജ ബോർഡ്. അതിൽ ഹീലിംഗ് ഇല്ല. അത് ഡൗസിങ് പോലെ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ച് ചില ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഇപ്പോൾ സമയം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ആ സബ്ജക്റ്റിനെ മാറ്റി നിർത്തുന്നു. നമ്മുടെ സബ്ജക്റ്റ് ഹീലിംഗ് ആണ്. ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ സ്വയമായിട്ട് തന്നെ നമ്മുടെ ബോഡി, സോൾ, സ്പിരിറ്റ് അതിനുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുവാനും നമുക്ക് സമാധാനവും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും കഴിയുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റി ആയതുകൊണ്ടാണ് ഞാനത് പഠിപ്പിക്കുന്നതും എൻകറേജ് ചെയ്യുന്നതും നിങ്ങൾ പഠിക്കുവാനും മറ്റുള്ളവരെ ഇതിലേക്ക് പഠിപ്പിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുവാനും ഞാൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സാമൂഹ്യ നന്മയാണ്. സ്വയം നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഏറ്റവും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് പെൻഡുലം തെറാപ്പി. പെൻഡുലങ്ങളെ എങ്ങനെ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്റ്റൽ പെൻഡുലങ്ങൾ ക്ലെൻസ് ചെയ്യാനായിട്ട് 24-48 മണിക്കൂർ ആവശ്യമുണ്ട്. അതിൻ്റേതായ രീതികളിൽ ക്രിസ്റ്റൽ തെറാപ്പി പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്റ്റൽ പെൻഡുലങ്ങൾ വാങ്ങിയിട്ടുള്ളവർക്കും അതിൻ്റെ ക്ലെൻസിങ്ങിനെ കുറിച്ചൊരു ധാരണയാണ്. എന്നാൽ മെറ്റൽ പെൻഡുലങ്ങൾ, ഞാൻ പറയുന്ന ഹീലിംഗ് പെൻഡുലങ്ങൾക്ക് ക്ലെൻസിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ 99% ഞാൻ മുഖേന അല്ലെങ്കിൽ റിസർച്ച് മുഖേന ഡെവലപ്പ് ചെയ്തിട്ടുള്ള പെൻഡുലങ്ങൾ ഓട്ടോ ക്ലെൻസിങ് ആണ്. പ്രത്യേകിച്ച് അതിനെ ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പലരും പറയും റണ്ണിങ് വാട്ടറിൽ വെക്കുക അല്ലെങ്കിൽ റോക്ക് സോൾട്ട്, കല്ലുപ്പിൽ ഇട്ട് വെക്കുക എന്നെല്ലാം പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ആവശ്യമില്ലാത്ത പെൻഡുലങ്ങളാണ്. പെൻഡുലങ്ങൾ സ്വമേധയാ ഒരു ഹീലിംഗ് പർപ്പസ് കഴിഞ്ഞ് അതിന് നമ്മൾ വെക്കുമ്പോൾ തന്നെ അത് ഓട്ടോ ക്ലെൻസ് ആയിട്ട് മാറും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഡേറ്റാസ് റെക്കോർഡ് ചെയ്യുന്നില്ല. അതിൽ ഡേറ്റാസ് അബ്സോർബ് ചെയ്ത് ഹോൾഡ് ചെയ്യാതെ അപ്പോൾ തന്നെ അത് എമിറ്റ് ചെയ്ത് കളയുന്ന പെൻഡുലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം വരുന്ന ഒരു പെൻഡുലമാണ് വുഡൻ പെൻഡുലങ്ങൾ. വുഡൻ പെൻഡുലങ്ങളിൽ 0 അബ്സർവേഷൻ ഓഫ് ഡേറ്റ, ഒട്ടും തന്നെ ഡേറ്റ റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്യാത്ത ഒന്നാണ് വുഡൻ പെൻഡുലങ്ങൾ. പെൻഡുലങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ആ പെൻഡുലങ്ങളെല്ലാം ഞാനത് കാണിച്ച് തരുന്നതാണ്.